മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതർക്കായി ഒരുങ്ങുന്ന സർക്കാർ ടൗൺഷിപ്പിൽ അടുത്തടുത്ത വീടുകൾ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് സഹോദരങ്ങളായ സുധാകരനും സത്യനും. ചൂരൽമലയിലും ഇവർ അടുത്തടുത്ത് വീടുകളിൽ താമസിച്ചിരുന്നു. ആദ്യഘട്ട താക്കോൽ കൈമാറ്റത്തിനായി നറുക്കെടുപ്പ് കഴിഞ്ഞത് മുതൽ 178 കുടുംബങ്ങളും തികഞ്ഞ ആഹ്ലാദത്തിൽ. നമ്മൾ പുഴ സൈഡാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പുഴൻ്റെ ഭാഗത്തൊന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി എമർജൻസി കിട്ടി. അപ്പോൾ ഞാൻ പോയി പുഴയുടെ സൈഡ് നോക്കുമ്പോൾ അതിശക്തമായ വെള്ളമാണ് വരുന്നത്. മലവെള്ളം നന്നായി വരുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി. അപ്പോൾ ഞാൻ നേരെ തിരിച്ചു ഓടി വീട്ടിലോട്ട് വന്നു. വൈഫിൻ്റെ അടുത്തും മക്കളുടെ അടുത്തും പറഞ്ഞു നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല, അപകടമാണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. എമർജൻസി ഉണ്ടായിരുന്നു, നല്ല മഴയല്ല. കുട എടുത്ത് നേരെ മേൾഭാഗത്ത് റോഡായിരുന്നു. റോഡിൽ കയറി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ആ രാത്രി ഇന്നും ഓർത്തെടുക്കാൻ ടൈലറിങ്ങിലൂടെ സമ്പാദിച്ച 10 വർഷത്തെ സമ്പാദ്യം മണ്ണെടുത്ത രാത്രി. 10 വർഷം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയൊരു മുതൽ ആ 10 വർഷത്തെ അധ്വാനം ഒരൊറ്റ രാത്രി കൊണ്ട് ഒന്നുമില്ലാതായി. പലതും അറിയുന്നത് അടുത്ത ദിവസം എന്ന മൂത്ത സഹോദരനായ സുധാകരൻ. ബന്ധുക്കൾ പലരും മൺമറഞ്ഞു. പാലുകാച്ചൽ ചടങ്ങ് മാത്രം ബാക്കിയായിരുന്ന പുതിയ വീടില്ലാന്നുള്ളത് അനിയൻ്റെയും പോയി എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ടൊക്കെ തീരുമാനമായി. അടുത്തടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി കുറിച്ച് ഇനി ചിന്തിച്ചൊരു കാര്യമില്ലെന്ന്. പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അവിടെ നോക്കാൻ. നമുക്ക് നോക്കാനുള്ളൊരു ഗ്യാപ്പൊന്നും ഉണ്ടായില്ല. കാലിച്ചിരി മുറിയൊക്കെ ആയി പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ചെങ്ങനാറ വീട്ടിലെ സഹോദരങ്ങളായ സുധാകരന്റെയും സത്യന്റെയും ഇനിയുള്ള ജീവിതം സർക്കാർ ടൗൺഷിപ്പിലെ 1-ാം സോണിലെ 20-21 നമ്പർ വീടുകളിലാണ്. ആദ്യഘട്ട നറുക്കെടുപ്പിന് പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം സഫലമായി. ഇല്ലല്ല, ഒരിക്കലും അങ്ങനെ കരുതിയിട്ടേ ഇല്ല. ഇതാണ് ഒരു മിറാക്കൽ എന്ന് പറയുന്നില്ലേ, അതാണ് ഇപ്പോൾ സംഭവിച്ചത്. എൻ്റെ കഴിഞ്ഞ് 10 ആളായിട്ടും കഴിഞ്ഞിട്ടാണ് ജ്യേഷ്ഠൻ പോയി നറുക്കെടുക്കുന്നത്. അപ്പോൾ ഏട്ടന് തൊട്ടടുത്ത് തന്നെ 20. എൻ്റെ ഐഡിയ നമ്പർ 17, എൻ്റെ കസേര നമ്പർ 17, ഞാൻ നറുക്കെടുത്ത നമ്പർ 17. അങ്ങനെ 3 17ആണ്. നിരവധി നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ജീവിതം വീണ്ടും കെട്ടിപ്പടുത്ത സന്തോഷത്തിലാണ് ഈ സഹോദരങ്ങൾ. പെട്ടെന്നൊരു കവിതാശകലമാണ് ഓർമ്മ വന്നത്. അതിൽ ഒരു വാക്കൊന്ന് തിരുത്തും. എങ്കിലും സോദര നമ്മളൊന്നല്ലേ, ഒരൊറ്റ കരളല്ലേ. സർക്കാർ ടൗൺഷിപ്പിൽ ഈ സഹോദരങ്ങളും ഒരൊറ്റ കരളായി തന്നെ ഇനിയുള്ള കാലം വാഴും. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.